കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വശമാണ്. ആ ബാക്ക് ഭാഗത്തുള്ള റോഡിലൂടെ നമുക്കിങ്ങനെ നടന്നാൽ ഇവിടെ ഈ ഇലക്ട്രിക്കൽ മാർക്കറ്റുകളുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് എത്താം. നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. പോകുന്ന വഴിയിൽ ഒരു ചർച്ചുണ്ട്. ചർച്ച് വിത്ത് സ്കൂൾ, ബിഷപ്പ് ഹൗസാണ്. കോവൈ ബിഷപ്പ് ഹൗസ്. മുന്നിൽ ഒരാളങ്ങനെ നടന്നു പോകുന്നത്. ഇവിടെ നല്ല രസമായിട്ടൊരു മൈതാനമുണ്ട്. മൈതാനത്തിൻ്റെ നടുവിലൊരു മരം കണ്ടില്ല, കൊട പോലെ നിൽക്കുന്നു, നമ്പറെല്ലാം നോക്കിയിട്ട്. ഈ സൈഡ് റെയിൽവേയുടെ ഒരു മതിലാണ്, വലിയൊരു വാളാണ്. ഇനി നമുക്ക് കുറച്ച് ദൂരം നടന്നിട്ട് വീഡിയോ എടുക്കാം. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം, ഒന്ന് പൗസ് ചെയ്യാണ്. നല്ല ക്ലീൻ സിറ്റിയാണ് കോയമ്പത്തൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചേരി പ്രദേശങ്ങളുണ്ട്. അതിപ്പോൾ ആ ഭാഗത്തേക്ക് എന്തായാലും എത്തില്ല. അതിവിടെ ഇലക്ട്രിക്കൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പുകളുടെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ അവിടെ ഒന്ന് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്നൊരു ബസ് എൻ്റെ സ്കൂട്ടറിൽ തട്ടി. അതിന് ഞാൻ ആ സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഈ വന്ന മതിലിൻ്റെ ആ സൈഡാണ് റെയിൽവേയുടെ ഭാഗം. നോ പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേ സൈഡാണ്. മതിലിനപ്പുറത്ത് റെയിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വരുന്ന ആളുകൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ബാക്ക് വശത്തേക്ക് വരും. നമ്മൾ ഫ്രണ്ടിൽ പോയത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരും. അത് നേരെ റിവേഴ്സ് ഇങ്ങോട്ട് നമ്മൾ മറ്റേ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിന് ശേഷം റൈറ്റിലോട്ട് നടക്കാം. അപ്പോൾ നേരെ ബാക്കിലെത്തും. ബാക്കിലെത്തി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഭാഗത്തേക്കുള്ള റോഡിൽ വരിക. അപ്പോൾ നമ്മളിങ്ങനെ 1 കിലോമീറ്റർ നടന്ന് വന്നാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 1 കിലോമീറ്ററോളം വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാലം കാണാം. നമുക്ക് ദൂരം നിന്ന് മേൽപ്പാലം കാണുന്നുണ്ട്. ഇത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാലം കാണുക. ഇത് നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തി. നമ്മൾ ഈ പാലം കയറാതെ നേരെ ഈ സൈഡിലൂടെയുള്ള വഴി. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റൗണ്ടാണ് കാണുന്നത്. റൗണ്ട് കാണുന്നുണ്ടല്ലോ. ആ റോഡ് നമുക്ക് ഒപ്പനക്കാര സ്ട്രീറ്റിലേക്ക് പോകാവുന്ന റോഡാണ്. നമ്മളിങ്ങോട്ട് റൈറ്റ് തിരിയും. റൗണ്ടിൽ നമ്മൾ റൈറ്റിൽ കയറിയിട്ട് മേലെ നമ്മുടെ റെയിലാണ്. റെയിൽവേ പാളത്തിൻ്റെ അടിയിലൂടെയുള്ള വഴിയാണിത്. അതിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകും. അത് ഒരു 200 മീറ്റർ ഏകദേശം നടന്നാൽ നമുക്കിതിൻ്റെ മേലെ കയറാൻ പറ്റും. അവിടെയാണ് ഇലക്ട്രിക്കൽ മാർക്കറ്റുകളുള്ളത്. നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ വലിയ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ടോ?
അത് നമ്മൾ ഈ മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇലക്ട്രിക് ഷോപ്പുകളാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയത് കാരണം ഷോപ്പുകൾ തുറക്കുന്നല്ലോ. ഇവിടെ 10 മണി ആണ് ഷോപ്പ് തുറക്കുന്ന സമയം. അപ്പോൾ 10 മണിക്കുള്ളിൽ നമ്മളിവിടെ എത്തിയത് കാരണം ഷോപ്പുകൾ തുറന്ന് വരുന്നേ ഉള്ളൂ. എന്നാലും ചില ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ വലിയ വണ്ടികളിലൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ആദ്യം പാർക്കിംഗ് കാണിച്ചു തരാം. ഇതാണ് പാർക്കിംഗ് ഏരിയക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ 100 രൂപ കൊടുത്താൽ നമുക്ക് 24 മണിക്കൂർ വണ്ടി നിർത്തിക്കാം. മലയാളികളൊക്കെ വന്നാൽ ഇവിടെയാണ് കൂടുതൽ വണ്ടി നിർത്തിക്കാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ റോഡ് കാണില്ല. നിങ്ങൾക്ക് ലൈറ്റിങ്, ഫാൻസി ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാവിധ ലൈറ്റുകൾക്കും ഇവിടെ 1-2 കട ഉണ്ട്. അതിലൊരു വലിയ കടയാണ് ജം ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന വഴിയാണിത്. നമ്മൾ നടന്നു വന്ന ഈ റോഡുണ്ടല്ലേ, ഈ റോഡിലൂടെ ഞാൻ നടന്നു വന്നത്. എന്നിട്ട് നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നിങ്ങനെ പാർക്കിങ്ങിൻ്റെ അവിടെ കയറി എന്നിട്ട് ആ ഓട്ടോ നിൽക്കുന്ന അവിടെ പാർക്ക് ചെയ്ത് ആ സൈഡ് റോഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജം ലൈറ്റ്, ഇതാണ് ഷോപ്പ് ജം ലൈറ്റ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ഈ സ്റ്റെർലൈറ്റ് എന്ന് പറഞ്ഞ കട ഇലക്ട്രിക്കലിൻ്റെയാണ്, ലൈറ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് RR ലെഗ്രാൻഡ് സിക്സസിൻ്റെ ഷോപ്പുകളാണ്. പിന്നെ ഈ ആർസനാഥ് പറഞ്ഞ ഇലക്ട്രിക് ഷോപ്പ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പാണ്. ഞാൻ സാധനങ്ങളെടുത്ത് ഒരുപാട് സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണിത്. ഞാൻ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് SS ലൈറ്റാണ്. ഇത് നമുക്ക് ലൈറ്റിങ്സിൻ്റെ കടയാണ്. ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. അവരുടെ വലിയ ഷോപ്പാണിത്. അവരുടെ ഒരു ചെറിയ ഷോപ്പ്. ഇനി നമുക്ക് അപ്പുറത്തൊക്കെ കടകളുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ ലൈറ്റിങ്ങിൻ്റെ കട കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഞാൻ ഹോൾസെയിലായിട്ട് കിട്ടുന്ന വേറെ 1-2 കടകളുടെ ഇത് പരിചയപ്പെടുത്തി തരാം. വീണ്ടും നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ അടുത്തോട്ട് കടന്നു വരികയാണ്. ഇവിടെ നമുക്ക് മോട്ടർ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ചെറിയ ഷോപ്പുകളാണ്. ഇവിടേക്ക് ഒന്നും സാധനം പർച്ചേസ് ചെയ്തില്ല. എന്നാലും റേറ്റ് സൂട്ടബിൾ റേറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ സ്ഥിരം എടുക്കുമ്പോൾ ഗ്യാരണ്ടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരിചയമുള്ള കടകൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പോയ കടകൾ മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതപ്പോൾ നമ്മൾ വന്ന ഈ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ 2 സൈഡിലും വഴികളുണ്ട്, റോഡുകളുണ്ട്. മാർക്കറ്റ് തന്നെയാണ്. റോഡിലോട്ട് ഈ സൈഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ലൈറ്റ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞ കടയാണ്. പിന്നെ നമുക്ക് ഈ കടയിൽ പോയാൽ, ഈ വഴിയിലാണ് പോയാൽ ഇവിടെ ഈ ബ്ലൂ സ്റ്റാർ പറഞ്ഞ കട ഹോൾസെയിലാണ്. അതിന് തുറന്നിട്ടില്ല കാരണം ബ്ലൂ സ്റ്റാർ. ഇതിൻ്റെ ബാക്കിൽ മോട്ടോർ ഷോപ്പുണ്ട്. നമ്മൾ ഈ ഇതിനുള്ളിലേക്കാണ് കയറിയാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും, സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരാം. ഇനി നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെ വന്നാൽ ഇവർ പല റേറ്റൊക്കെ പറയും കസ്റ്റമർ ഡയറക്റ്റ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ എന്നോട് വാങ്ങിത്തരാം. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. ഞാൻ കേരളത്തിൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. ഈ ഏരിയയൊക്കെ ഇലക്ട്രിക്കലിൻ്റെയും ഇവിടെയൊക്കെ നമുക്ക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തിയത് കാരണം ഷോപ്പുകൾ തുറന്നിട്ടില്ല. സാധാരണ പർച്ചേസിന് വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, വീഡിയോ എടുക്കാനൊന്നും കഴിയാറില്ല. എന്നാലും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ, കേരള മാർക്കറ്റിൽ റേറ്റ് അറിഞ്ഞതിന് ശേഷം വരികയായിരിക്കും നല്ലത്. ഈ വഴിയിൽ നമുക്ക് കടകളുണ്ട്. ഇതിങ്ങനെ അറ്റം വരെ കടകളാണ്. അപ്പോൾ ഞാനിനി ബാക്കി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ലോങ് വീഡിയോ ആകുമ്പോൾ വാച്ചിങ് കുറവായിരിക്കും, വ്യൂവേഴ്സ് കുറവായിരിക്കും. അത്ര വലിയൊരു വീഡിയോ ആളുകൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം.